പറന്നിറങ്ങാൻ കഴിയും. വയനാടിൻ്റെ ടെറയിലായാലും അപകടം പിടിച്ച വെള്ളക്കെട്ടിലായാലും തങ്ങൾ പറന്നിറങ്ങും എന്ന് ഇന്ത്യൻ വായുസേന തെളിയിക്കുകയാണ്. ദേ ആർ ദ ഹീറോസ് ടുഡേ. അവരാണ് ഹീറോസ് എന്ന്. തീർച്ചയായിട്ടും 107 പേരുടെ മരണം വിളിച്ചറിയിച്ച ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് ഹെലികോപ്റ്റർ ആകാശച്ചരിവിലേക്ക് പറക്കുകയാണ്. അടുത്ത വലിയ ആശുപത്രി ലക്ഷ്യമാക്കി. ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായി വളരെ അനുഗ്രഹീതനായ ആ പൈലറ്റിനെ നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. കാരണം ഇളകിക്കിടക്കുന്ന മണ്ണിലേക്ക് ഒരു ഹെലികോപ്റ്റർ പറത്തിയിറക്കാൻ ഒരുവിധമുള്ള പൈലറ്റുമാർ റെഡിയാകില്ല. അപകടം എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാഴ്ചയിൽ അതിസാഹസികമായി ഈ വയനാടിൻ്റെ ഈ മണ്ണിലേക്ക്, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന ഈ മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക്, ഇടിഞ്ഞ മണ്ണിലേക്ക്, പൊളിഞ്ഞ റോഡിലേക്ക് ഹെലികോപ്റ്റർ പറന്നിറങ്ങി. ആ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ പരിക്കേറ്റവരെയും കൊണ്ട് ആകാശ ചരിവിലൂടെ പറന്ന് അടുത്ത ആശുപത്രി ലക്ഷ്യമാക്കി കുതിക്കുന്നത്. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തകർക്കാൻ കഴിയാത്ത എന്നുള്ളതാണ് ധ്രുവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അത്തരത്തിൽ തകർക്കാൻ കഴിയാത്ത ആത്മവിശ്വാസമായി ഈ ധ്രുവ് ഹെലികോപ്റ്റർ ആളുകളെ വഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മുണ്ടക്കൈയിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ ഉയരുന്നത്. എയർലിഫ്റ്റിംഗ് അതിപ്രധാനമായ ഒരു മേഖലയാണ്. കാര്യം മറ്റു വഴികളില്ല. അവിടെ ഒരു പാലം നിർമ്മിത. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരാളെ കൊണ്ടുവരുന്ന അയാളുടെ കാലിന് തീരെ വയ്യാത്ത ഒരാളെ അടക്കം അവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത ധ്രുവ് ഹെലികോപ്റ്റർ നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ ശ്രീകാന്ത് നേരിട്ട് ഇതിന് സാക്ഷ്യം വഹിച്ച ശ്രീകാന്ത് ഉണ്ട്. ഒരുപക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരുപക്ഷേ നമ്മൾ കാണുന്നത് പോലെ ഇതൊരു പുതിയ സംഭവമായിരിക്കില്ല. എത്രയോ ദുരന്ത മുഖങ്ങളിൽ ഇങ്ങനെ പറന്നിറങ്ങിയ അനുഭവ സമ്പത്തുള്ള പൈലറ്റ് ആയിരിക്കണം ഈ ഹെലികോപ്റ്റർ പറത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീകാന്ത്, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രാത്രി പുലരുകയാണ്. അവിടെ ഇപ്പോൾ ഇരുട്ടിൽ വീഴും. മൂടൽ മഞ്ഞുണ്ട്. കോടമഞ്ഞിൻ്റെ പുതപ്പനടിയിലേക്ക് ഈ വയനാട് കുന്നുകൾ അമർന്നു വീഴുമ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമോ? എത്ര സുന്ദരമായ പ്രദേശമാണ് പെട്ടെന്ന് ഒരു രാത്രിയിൽ ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് പെട്ടെന്ന് ഭീകര താണ്ഡവം ചെയ്തൊരു സ്ഥലം പോലെയായി മാറിയിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 107 മനുഷ്യരുടെ ജീവനെടുത്ത മഹാദുരന്തമായി ഈ ഉരുൾപൊട്ടൽ അവശേഷിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഈ കുതിച്ചു പായുന്ന ഈ പുഴക്കരയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞോളൂ, നമ്മുടെ പ്രേക്ഷകരോടടക്കം, നമ്മളെ ശ്രവിക്കുന്ന ആളുകളോടടക്കം. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല. ഒരു സംവിധാനം ഒന്നാകെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി കച്ചമുറുക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും ഈ ദുരന്ത മേഖലയിൽ ഞാൻ സാക്ഷിയാകുന്നത്. കാരണം NDRFന്റെ, അതോടൊപ്പം സൈന്യത്തിന്റെ, പോലീസിന്റെ, ഫയർഫോഴ്സിന്റെ ഏറ്റവും ഒടുവിൽ ഇതാ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തി ധ്രുവ് ഹെലികോപ്റ്ററുമായി ഇന്ത്യൻ വായുസേനയും. അതായത് ഒരു തരത്തിലും എയർലിഫ്റ്റിംഗ് സാധ്യമല്ലാത്ത ടെറൈനിൽ, ആകെ തകർന്ന മേഖലയിൽ അവരിതാ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ വായുസേനയുടെ ധ്രുവ് ഹെലികോപ്റ്റർ കാലുവയ്യാതിരുന്ന, മറ്റ് പരിക്കുകൾ പറ്റിയ 4 പേരെ നിലവിലിപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ കയറ്റി അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി വീണ്ടും അവർ മടങ്ങിയെത്തും. ഇരുട്ട് വീഴും മുൻപ് പരമാവധി ആളുകളെ ഇത്തരത്തിൽ ഈ ടെറൈനിൽ, ഈ മഴയിൽ, ഈ മൂടൽമഞ്ഞിൽ അവർ രക്ഷപ്പെടുത്തി എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അവരെ ഏൽപ്പിച്ചത് അതാണ്. SKN അടിവരയിട്ട് പറയൂ, നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ ദുരന്തം നമ്മൾ ഒരുമിച്ച് അതിജീവിക്കും. ഈ സംവിധാനം ഒന്നാകെ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ച കാണുമ്പോഴും ഇവിടെ ഒട്ടനേകം മൃതദേഹങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. വന്ന സമയം മുതൽ കാണുന്നുണ്ട്. ചങ്ക് തകർക്കുന്ന കാഴ്ചയാണ്. എങ്കിലും അതിനിടയിലും നമുക്ക് ആശ പകരുന്ന പ്രതീക്ഷ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുണ്ട്, മേപ്പാടിയിലും നിലമ്പൂരിലുമായി 51 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടേഴ്സിനെ കൂടി നിയമിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതും ഏറ്റവും വല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അധിക മോർച്ചറി സൗകര്യങ്ങൾ ഒരുക്കി, മൊബൈൽ മോർച്ചറി സൗകര്യങ്ങളും ക്രമീകരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പനിമിഷങ്ങൾക്കകം KR ഗോപികൃഷ്ണൻ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഏറ്റവും ആപൽഘട്ടത്തിൽ നിൽക്കുന്ന വയനാടൻ ജനതയോട് താതാത്മ്യം പ്രാപിക്കുന്ന മാനസികാവസ്ഥയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം. ഇപ്പോൾ നമ്മൾ ഷിരൂരിൽ ഏറ്റവും കൂടുതൽ ദുഃഖക്കടലിൽ വീണ സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖിതരാണ് ഇപ്പോൾ മലയാളി സമൂഹം. ഓർക്കാപ്പുറത്ത് വലിയൊരു ഉരുൾപൊട്ടൽ വന്ന് നമ്മുടെ എത്രയോ മനുഷ്യ ജീവനുകളാണ് അവരെടുത്തുകൊണ്ട് പോയത്. 108 മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടകരമായ ഒരു ദൗത്യം ബാക്കിയാകുന്നു. ഒരുപാട് പേർ
സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സഹായങ്ങൾ തേടുകയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പലയിടങ്ങളിലേക്കും ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചൂരൽമലയിൽ താൽക്കാലിക പാലം കെട്ടി പുഴയ്ക്കക്കരെ നിൽക്കുന്ന ആളുകളെ ഇക്കരെ കടത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. മുണ്ടക്കൈ എന്ന ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പറന്നിറങ്ങി നമ്മുടെ വായുസേന വലിയൊരു അത്ഭുതമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു നമുക്കൊപ്പം. ഗോപികൃഷ്ണൻ, വളരെ ദ്രുതഗതിയിൽ അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് സൈനിക വിഭാഗം ഇറങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സാഹസികമായ ദുഷ്കരമായ പ്രദേശത്ത് അവരുടെ ലാൻഡിംഗ് നടത്തുകയും ചികിത്സ ആവശ്യമായിട്ടുള്ള അടിയന്തര ചികിത്സ ആവശ്യമായ പരിക്കേറ്റവരെ അവർ ദുരന്തമുഖത്ത് നിന്ന് മാറ്റുകയും ചെയ്യുന്നു. ആശ്വാസകരമായ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. മറുഭാഗത്ത് ഇപ്പോഴും NDRFിൻ്റെ സംഘം ഒരു വടം കെട്ടിയാണ് അവരിൽ ഒരു വിഭാഗം ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടക്കൈ പ്രദേശത്തേക്ക് പുഴയ്ക്ക് കുറുകെ വടം കെട്ടി കടന്നത്. മൂന്നാമതായി കരസേനയുടെ ഒരു വിഭാഗം ഇപ്പോൾ അവിടെ താൽക്കാലികമായ ഒരു പാലം കെട്ടിയിട്ടുണ്ട്. ഈ താൽക്കാലിക പാലത്തൂടെ സ്ത്രീകളെയും കുട്ടികളെയുമാണ് അവർ ആദ്യം ഇക്കരെ എത്തിക്കുന്നത്. അവർക്കാണ് മുൻഗണനയുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായ ചികിത്സ ആവശ്യമായി പരിക്കേറ്റവരെ സൈന്യം ഒരു പ്രത്യേക കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ എത്തിച്ചവരെയാണ് ഇപ്പോൾ വ്യോമസേന അതിസാഹസികമായി ഇപ്പോൾ അവരെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറന്നുയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ആശ്വാസകരമായ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വയനാടിൻ്റെ ദുരന്ത മുഖത്ത് നിന്ന് വരുമ്പോഴും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന ആശങ്കാജനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒറ്റപ്പെട്ട പ്രദേശങ്ങളെന്ന് നമ്മൾക്ക് പറയാവുന്ന മുണ്ടക്കയിലും അട്ടമലയിലുമൊക്കെ എത്രമാത്രം ദുരന്തം എത്രത്തോളം ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ഇപ്പോഴും ഇല്ല. എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു, എത്ര പേർ ഇപ്പോൾ ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു, എത്ര പേർ വയനാട്ടിൽ നിന്ന് മരണം ഇപ്പോൾ 109 ഉയർന്നു. മേപ്പാടി CHCയിൽ ഇപ്പോൾ 53 മൃതദേഹങ്ങളുണ്ട്. അതിൽ 41 പേരെ തിരിച്ചറിഞ്ഞു. 22 പുരുഷന്മാരും 19 സ്ത്രീകളുമുണ്ട്. നിലമ്പൂരിൽ 29 മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിൽ 22 ശരീരഭാഗങ്ങളുടെ മേപ്പാടി വിംസിൽ ഇപ്പോൾ 11 പേരുണ്ട്. അതുപോലെ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ 1, വൈത്തിരി ആശുപത്രിയിൽ 1, അങ്ങനെ 109 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത വരുന്നു. കാശ്മീർ ഈ അവസരത്തിൽ നമുക്ക് യഥാർത്ഥ രക്ഷാദൗത്യം അവിടെ വളരെ ഊർജ്ജസ്വലമായി പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ മറ്റെന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാശ്മീർ ഈ അവസരത്തിൽ? ഇനി അതിവേഗം പുരോഗമിച്ചാൽ മതിയാവും. കാര്യം രാത്രി രക്ഷാദൗത്യം ദുഷ്കരമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അപ്പോൾ ഏതാണ്ട് അസാധ്യമാണെന്ന് അതിനർത്ഥം. അപ്പോൾ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഭഗീരഥ പ്രയത്നമായി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതിന് പ്രകാരമുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ നടപ്പാവുകയാണ്. അത് പാലത്തിൽ കൂടി കുറേയധികം ആളുകൾ ഈ പറഞ്ഞ മുണ്ടക്കൈ എന്ന മേഖലയിൽ നിന്നും സൈന്യത്തിൻ്റെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് ചൂരൽമല എന്ന് പറയുന്ന കരയിലേക്ക് എത്തുകയാണ്. അതേസമയം എയർലിഫ്റ്റിൽ നമ്മൾ കണ്ടു ധ്രുവ് ഹെലികോപ്റ്റർ വളരെ സാഹസികമായി അവിടെ ഇറങ്ങി കുറേയധികം ആളുകളെ തീരെ വയ്യാതിരിക്കുന്ന, കാല് വയ്യാത്ത, അല്ലെങ്കിൽ തീരെ കിടപ്പിലായി പോയ, അല്ലെങ്കിൽ അത്രത്തോളം പരിക്കേറ്റ, ഒരുപക്ഷെ മരണം മുന്നിൽ കാണുന്ന ആളുകളെ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ MI-17 എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ കൂടി എത്താറുണ്ട്. ഇപ്പം ഈ ധ്രുവ് നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ സ്പേഷ്യസ് ആണ് MI-17 ഹെലികോപ്റ്റർ. കൂടുതൽ ആളുകളെ MI-17 കയറ്റാൻ കഴിയും. അപ്പോൾ ധ്രുവ് ഇറക്കാൻ കഴിയുമെങ്കിൽ MI-17 ഇറക്കാൻ കഴിയണം. അവിടെ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. നമ്മൾ നേരിട്ട് നമ്മൾ കണ്ടതാണ്. ഒട്ടും സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് അങ്ങേയറ്റം എക്സ്പെർട്ടൈസ് ഉള്ള ഒരു പൈലറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന, ഒരു പക്ഷേ IAFന് മാത്രം, ഇന്ത്യൻ വായുസേനയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അതിസാഹസിക രക്ഷാദൗത്യം നമ്മൾ കണ്ടു. ധ്രുവ് അതിൻ്റെ പിന്നാലെ വരാൻ പോകുന്നത് MI-17 ഹെലികോപ്റ്ററാണ്. കുറച്ചുകൂടി പരന്ന, കുറച്ചുകൂടി വലിയ, കുറച്ചുകൂടി അകത്ത് ആളുകളെ കൊള്ളാവുന്ന കപ്പാസിറ്റിയുള്ള MI-17 കൂടി എത്തുമ്പോൾ കുറച്ച് അധികം ആളുകളെ ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് പരിക്കേറ്റ് കിടക്കുന്ന കുറച്ച് അധികം ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും അവിടെ ഈ സമയം രക്ഷാദൗത്യം ഏറ്റവും സജീവമായി പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ ഉണ്ടാക്കിയ താൽക്കാലികമായ ബെയിലി പാലത്തിൽ കൂടി അതിൽ കയറ് കെട്ടി പകുതി ഭാഗം പാലത്തിലൂടെ എത്തി പകുതി ഭാഗം കയറിൽ കൂടി ഇങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നതാണ് കാണാൻ കഴിയുന്നത്. അവിടെ കോടമഞ്ഞുണ്ട്, മഴ പെയ്യുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ രക്ഷാദൗത്യം ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും അവിടെ. അപ്പോൾ പരമാവധി ആളുകളെ കരക്കെത്തിക്കണം എന്ന് പറയുമ്പോൾ പോലും ഇവിടെ മരണം 109 ഉയരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ 6:15 മരണം 100 കടന്നെങ്കിൽ അസാധ്യമായ വല്ലാത്ത ഗ്രാവിറ്റിയുള്ള ഒരു ദുരന്തത്തിൽ കൂടി കേരളം കടന്നു പോവുകയാണെന്ന് ഉറപ്പായും പറയാം. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. 2018 മഹാപ്രളയം കഴിഞ്ഞാൽ കേരളം കാണുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്
എന്നുറപ്പായും പറയാം. ഒരു മണ്ണൊന്നാകെ പിഞ്ഞ് കീറിയിരിക്കുന്നു. അവിടെ മനുഷ്യർ പലപ്പോഴും നിസ്സഹാരായി നിൽക്കുന്നു. സ്ട്രെച്ചറിൽ കിട്ടിയ രീതിയിലൊക്കെ ഈ പുഴ കടത്തി നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. അതിസാഹസികമായിരുന്നു ഇന്ത്യൻ വായുസേനയുടെ രക്ഷാദൗത്യം. MH17 അതിൻ്റെ പിന്നാലെ വരാനുണ്ട്. അപ്പോഴും ഈ മുണ്ടക്കൈ മേഖലയിലെ അപകടത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോഴും അറിയില്ല. അവിടെ എന്താണ് ഈ പറഞ്ഞ പാലത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലേക്ക് കടക്കാൻ നിൽക്കുന്ന ആ മേഖലയിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുള്ളൂ. എന്താണ് മുണ്ടക്കൈയിലെ അകത്തെ അവസ്ഥ നമുക്കറിയില്ല. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ വലിയ ജനവാസ മേഖലയാണ്. അവിടെ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ 100-400 കുടുംബങ്ങളുണ്ടെന്ന് എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. 70ഓളം പേരെ മുണ്ടക്കൈയിൽ മാത്രം കാണാനില്ല എന്നും അവിടുത്തെ പ്രദേശവാസി പറഞ്ഞിരുന്നു. ഒരുപാട് വീടുകൾ 50ഓളം വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ വാഷ് ഓഫ് ചെയ്തു പോയി. താഴത്തെ തറ മാത്രമായി നിൽക്കുന്ന കാഴ്ച എന്ന് കുറേ അധികം ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ കാണാതായ ആളുകളുടെ അവസ്ഥ എന്താണ്, അവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീടുകളിലെ അവസ്ഥ എന്താണ്, എത്രത്തോളം ആളുകൾ മുണ്ടക്കൈയിൽ അവിടെ മരിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. ചാലിയാർ പുഴയോരത്ത് കണ്ടെത്തിയ മൃതദേഹങ്ങൾ മുണ്ടക്കൈയിലേതാണ് എന്ന് ചില ആളുകൾ പറയുന്നു. കാര്യം ഈ മുണ്ടേരിപ്പുഴയിലൂടെ ചാലിയാറിലേക്കാണ് മുണ്ടക്കൈ പുഴ ഒഴുകുന്നത്. അപ്പോൾ ചാലിയാർ പുഴ വരെ മൃതദേഹങ്ങൾ എത്തിയെങ്കിൽ എന്താണ് മുണ്ടക്കൈയിലെ അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ദ്രുതഗതിയിലുള്ള ഏറ്റവും കാര്യക്ഷമമായ സേനാ വിഭാഗങ്ങൾ ഏകോപിപ്പിച്ച രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ആ മേഖലയിൽ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. രക്ഷാപ്രവർത്തനം രാത്രി നിർത്തിവെക്കുമോ എന്നതാണോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് അർത്ഥമെന്നറിയില്ല. അതോ കൂടുതൽ ഫ്ലഡ് ലൈറ്റുകൾ എത്തിച്ചുകൊണ്ട് ഈ ധ്രുവ ആവട്ടെ MH17 ആവട്ടെ രാത്രികാലങ്ങളും രക്ഷാപ്രവർത്തനം നടത്താൻ സജ്ജമായവയാണ്. അതിന് സെർച്ച് ലൈറ്റുകളൊക്കെ ഉള്ള അത്യാധുനിക തദ്ദേശ നിർമ്മിതമെങ്കിലും അത്യാധുനികമായ നമ്മുടെ ഹെലികോപ്റ്ററാണ്. അപ്പോൾ രാത്രിയിൽ തുടരുമോ എന്ന കാര്യം അറിയില്ല. രാത്രിയിൽ തുടരുന്നില്ല എങ്കിൽ ഈ മുണ്ടക്കൈ മേഖലയെ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ ആ സമയം കൊണ്ട് അതിനുള്ള മതിയായ സമയം ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഇപ്പോഴും നേരത്തെ കയറ് കെട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ താൽക്കാലിക പാലം നിർമ്മിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ പോലും ഈ മേഖലയുടെ ഒരു പോപ്പുലേഷൻ, ഒരു ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഈ സമയം കൊണ്ട് ഇനി ബാക്കിയുള്ള ഇരുട്ട് വീഴാനുണ്ട്. ഇപ്പോൾ സമയം പ്രേക്ഷകരെ നോക്ക് 6:20 ആവുന്നു. ഇനിയിപ്പോൾ 7 മണി അല്ലെങ്കിൽ 8 മണിയൊക്കെ പരമാവധിയെ ഈ രക്ഷാദൗത്യം പോവുകയുള്ളൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ അർത്ഥം. ദുഷ്കരമാണ് എന്ന് പറഞ്ഞാൽ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുക എന്നാണോ എന്നറിയില്ല. അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാകും. ഇനി മറ്റു വഴികളില്ലെങ്കിൽ നിർത്തിവെക്കാതെ വഴിയില്ല എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാനുള്ള സ്കോപ്പ് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അത് രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവൻ അപകടമില്ലെങ്കിൽ ഉറപ്പായും അത് ചെയ്യേണ്ടത് തന്നെയാണ്. കാര്യം ഇപ്പോഴും മുണ്ടക്കൈ മേഖലകളിലെ വീടുകളുടെ അവസ്ഥ നമുക്കറിയില്ല. അവിടെ തിരഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ. മരണം 109ലേക്ക്